പ്രതീക്ഷിക്കാതെ പെയ്ത മഴ മനസ്സിനെയും ശരീരത്തെയും തണുപ്പിച്ചപ്പോൾ അത്യധികം ആനന്ദം, സന്തോഷം. പകലത്തെ വെയിലത്തുള്ള കറക്കവും ക്ഷീണവും കാരണം ചെറിയ രീതിയിൽ തലവേദനയും മനസ്സിന് അത്ര സുഖമില്ലാത്തതുകൊണ്ടും ആകെ മുഷിഞ്ഞ അവസ്ഥയിലിരിക്കുമ്പോഴാണ് ആരോ എൻ്റെ മനസ്സറിഞ്ഞ് മഴ പെയ്ച്ച പോലെ പെട്ടെന്നൊരു മഴ, അതും ആലിപ്പഴം പെയ്തുള്ള മഴ. മഴച്ചാറ്റൽ തുടങ്ങിയതും തന്നെ ചെറിയ ചെറിയ ആലിപ്പഴങ്ങൾ വീഴാൻ തുടങ്ങിയിരുന്നു. കൗതുകത്തോടെയും സന്തോഷത്തോടെയും അത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ ഹരിയേട്ടാ, ഓടി വാ, ക്യാമറ എടുക്ക്, വീഡിയോ എടുക്കാം. കുട ചൂടാതെ ആലിപ്പഴം പെറുക്കാൻ നിന്നാൽ പനി ഉറപ്പ്. അതുകൊണ്ട് കുട സംഘടിപ്പിച്ച് മുറ്റത്തിറങ്ങി. മുറ്റത്ത് വീണുകൊണ്ടിരിക്കുന്ന ആലിപ്പഴം പെറുക്കി മഴവെള്ളം കൊള്ളിച്ച് വായിലിട്ടു. മുറ്റത്ത് മണ്ണൊക്കെയുണ്ട്. മഴവെള്ളം കൊള്ളുമ്പോൾ മണ്ണൊക്കെ അങ്ങ് പോയിക്കോളുന്നേ. ഈ ആലിപ്പഴം എന്ന് പറയുന്നത് സാധാരണ വളരെ അപൂർവമായല്ലേ കാണാനും കഴിക്കാനും കിട്ടുകയുള്ളൂ. വേനൽക്കാലത്ത് പ്രത്യേകിച്ചും ഉച്ചയ്ക്കും വൈകുന്നേരവും ഉണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴ സമയത്താണ് ആലിപ്പഴം കൂടുതലായി കാണപ്പെടുന്നത്. പ്രകൃതിയിൽ പലതരത്തിലുള്ള മഴകളും കാലാവസ്ഥാ സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട്. അതിൽ ഏറെ കൗതുകവും ചിലപ്പോൾ ഭീതിയും ഉണ്ടാക്കുന്ന ഒന്നാണ് ആലിപ്പഴം പെയ്ത്ത്. മേഘത്തിനുള്ളിൽ രൂപപ്പെടുന്ന മഞ്ഞുകട്ടകളെയാണ് ആലിപ്പഴം എന്ന് പറയപ്പെടുന്നത്. ഭൂമിയിൽ നിന്നുള്ള ചൂടേറിയ നീരാവി മുകളിലേക്ക് ഉയരുന്നു. ഈ നീരാവി അന്തരീക്ഷത്തിലെ വളരെ തണുത്ത ഭാഗത്ത് എത്തുമ്പോഴാണ് ചെറിയ ചെറിയ ഐസ് ക്രിസ്റ്റലുകളായി മാറുന്നത്. ശക്തമായ കാറ്റ് ഈ ഐസ് കട്ടകളെ മേഘത്തിനുള്ളിൽ വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകുന്നു. കൂടുതൽ ജലകണങ്ങൾ ഇവയിൽ ഒട്ടിപ്പിടിച്ച് ഐസ് കട്ടകളുടെ വലിപ്പം കൂടുന്നു. കാറ്റിന് താങ്ങാനാവുന്നതിലും ഭാരം കൂടുമ്പോൾ ഈ ഐസ് കട്ടകൾ ആലിപ്പഴമായി ഭൂമിയിൽ പതിക്കുന്നു. ഈ ആലിപ്പഴത്തെ കൽമാരി എന്നും പറയാറുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ആലിപ്പഴം എന്ന് പറയുന്നത് ഒരുതരം പഴമായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. കുറച്ച് വലുതായപ്പോഴാണ് ആ ആലിപ്പഴമല്ല ഈ ആലിപ്പഴം എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ആലിപ്പഴം പെറുക്കുന്നതിനിടയ്ക്ക് ഇടിയും മിന്നലും ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഇടിമിന്നലൊക്കെ ഭയങ്കര പേടിയാണ്. എന്നാലും ഹരിയേട്ടൻ അടുത്തൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി വിലസുന്നത്. ചെറുതും വലുതുമായ ആലിപ്പഴങ്ങൾ വീഴുന്നുണ്ടായിരുന്നു. കിട്ടിയതിൽ കുറച്ചൊക്കെ ഹരിയേട്ടനും കൊടുത്തു, കുറച്ചൊക്കെ ഞാനും കഴിച്ചു. അങ്ങനെ നിന്നപ്പോഴാണ് ഹരിയേട്ടൻ പറഞ്ഞത്, നിനക്ക് തലവേദനയല്ലേ, ആലിപ്പഴം കൊണ്ട് നെറ്റിയിൽ തടവിയാൽ തലവേദന കുറയുമെന്ന്. എന്നാൽ പിന്നെ അത് പരീക്ഷിക്കുക തന്നെ. കിട്ടിയ ആലിപ്പഴത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് നെറ്റിയിലൊക്കെ തടവിക്കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണെങ്കിൽ ചടപടാന്ന് ഇടിയും മിന്നലും. അപ്പോഴേക്കും മഴ കുറച്ച് ശക്തമായി പെയ്യാൻ തുടങ്ങിയിരുന്നു. അതോടൊപ്പം ആലിപ്പഴം ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നിക്കക്കള്ളിയില്ലാതായി. ഞാൻ വീണ്ടും മഴയത്തിറങ്ങി. കുറച്ച് വലിപ്പമുള്ള ആലിപ്പഴമൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ഈ ആലിപ്പഴം എന്നറിയപ്പെടുന്ന കൽമാരി ഒരു ഔഷധം കൂടിയാണത്രേ. ഇത് നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ചൂട് രോഗത്തിന് ആലിപ്പഴം അലിഞ്ഞുണ്ടാകുന്ന വെള്ളം കണ്ണിലൊറ്റിക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ വേനൽക്കാലത്തുണ്ടാകുന്ന വിയർപ്പ് കുരുവിനും ഇത് തേച്ചു കൊടുക്കുന്നത് നല്ലതാണത്രേ. ഇതൊക്കെ മുതിർന്നവർ പറഞ്ഞു കേട്ടതാണ് കേട്ടോ. അതുകൊണ്ട് ആലിപ്പഴം കിട്ടിയാൽ ആ വെള്ളം കുപ്പിയിലാക്കി സൂക്ഷിക്കാറുണ്ടത്രേ. ഇവിടെ കുപ്പിയിലാക്കി സൂക്ഷിക്കാനൊന്നും ഞാൻ നിന്നില്ല. കിട്ടിയതൊക്കെ ഞാനും ഹരിയേട്ടനും കഴിച്ചു. ഇവിടെ കുറച്ച് ആലിപ്പഴമേ വീഴുന്നുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ള പരിസര പ്രദേശത്തൊക്കെ നല്ല രീതിയിൽ വലിയ ആലിപ്പഴങ്ങൾ വീണിട്ടുണ്ടായിരുന്നു എന്നാണ് അടുത്ത ദിവസം അറിയാൻ കഴിഞ്ഞത്. ആലിപ്പഴം പെറുക്കി കഴിയുമ്പോഴേക്കും ഞാൻ ആകെ നനഞ്ഞു കുളിച്ചു. ഇനി ഇങ്ങനെ നിന്നാൽ പനി ഉറപ്പ്. വേഗം പോയി കുളിക്കട്ടെ. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്